കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റില്ലെന്ന് ഹൈക്കമാൻഡ്. സുധാകരനെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മാത്രമേ തീരുമാനം കൈക്കൊള്ളുകയുള്ളൂവെന്നും ഇപ്പോൾ നടക്കുന്നത് പുനഃസംഘടനാ ചർച്ച മാത്രമാണെന്നും നേതൃത്വം വ്യക്തമാക്കി. തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപ് കെ സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയേക്കുമെന്ന ചർച്ചകളിൽ സുധാകരൻ ഹൈക്കമാൻഡിന്റെ അതൃപ്തി അറിയിച്ചിരുന്നു. പിന്നാലെയാണ് നേതൃത്വത്തിന്റെ ഈ മറുപടി. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കെ.പി.സി.സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും തമ്മിലുള്ള അധികാരം വടംവലി ശക്തമാവുകയാണ്. ഇരുവരും മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ചടക്കം ഇത്തരത്തിൽ പരസ്യമായി പ്രതികരിച്ചിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ രാഷ്ട്രീയകാര്യ സമിതി യോഗം മാറ്റിവെക്കുകയും സംയുക്ത പത്രസമ്മേളനം നടത്താൻ തയ്യാറാകാതിരുന്നതുമെല്ലാം ഇരുവരും തമ്മിലുള്ള തർക്കത്തിന്റെ തെളിവാണെന്ന് വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു. ഇത്തരത്തിൽ നേതാക്കൾ തമ്മിലുള്ള അനൈക്യം തുടരുന്ന സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് നേതൃമാറ്റം വേണമെന്ന നിലപാടിലാണ് ഹൈക്കമാൻഡ് എന്നായിരുന്നു റിപ്പോർട്ടുകൾ. മാത്രമല്ല, സുധാകരന് പകരക്കാരനായി 6 പേരുകൾ തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ സുനിൽ കനുകോലു നിർദ്ദേശിച്ചതായും റിപ്പോർട്ടുകളിൽ പറഞ്ഞിരുന്നു. ബെന്നി ബെഹനാൻ, അടൂർ പ്രകാശ്, കൊടിക്കുന്നിൽ സുരേഷ്, ആന്റോ ആന്റണി, സണ്ണി ജോസഫ്, റോജി എം ജോൺ തുടങ്ങിയ പേരുകൾ കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ടെന്നാണ് വാർത്തകൾ വന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അധ്യക്ഷൻ മാറിയേക്കുമെന്ന ചർച്ചകൾ വാർത്തകളിൽ സജീവമായതോടെ കഴിഞ്ഞ ദിവസം സുധാകരൻ നേതൃത്വത്തെ അതൃപ്തി അറിയിക്കുകയായിരുന്നു. തുടർന്നാണ് സുധാകരനെ കൂടി വിശ്വാസത്തിലെടുത്ത് തീരുമാനമെടുക്കൂവെന്ന് ഹൈക്കമാൻഡ് ഉറപ്പു നൽകിയത്. സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള സംഘടനാ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പുനഃസംഘടനാ ചർച്ചകൾ മാത്രമാണ് നടത്തുന്നതെന്നും എ.ഐ.സി.സി നേതൃത്വം അറിയിച്ചിരുന്നു. അധ്യക്ഷനെ മാറ്റാൻ യാതൊരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ പ്രതികരിച്ചിരുന്നു. സുധാകരനെ മാറ്റണമെന്ന ആവശ്യം തങ്ങളാരും ഉന്നയിച്ചിട്ടില്ലെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന് യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളുമില്ലെന്നും മുരളീധരൻ പറയുകയുണ്ടായി. അധ്യക്ഷൻ മാറില്ല, അതേസമയം ചില DCC സെക്രട്ടറിമാരുടെ കാര്യത്തിൽ മാറ്റം ഉണ്ടായേക്കാമെന്നും മുരളീധരൻ സൂചിപ്പിച്ചിരുന്നു. ഇതിനിടയിൽ സുധാകരന് പകരക്കാരനായി ആരു വരണമെന്നത് സംബന്ധിച്ച് പ്രമുഖ ഓൺലൈൻ മാധ്യമം ഒരു പോൾ സംഘടിപ്പിച്ചിരുന്നു. ഇതിൽ ഭൂരിഭാഗം പേരും മുൻ അധ്യക്ഷൻ കെ മുരളീധരനെയാണ് പിന്തുണച്ചത്. പോളിൽ പങ്കെടുത്ത 51% പേരാണ് കെ മുരളീധരൻ കെ സുധാകരന് പകരക്കാരനായി കെ.പി.സി.സി അധ്യക്ഷനാകണമെന്ന് അഭിപ്രായപ്പെട്ടത്. 2ാം സ്ഥാനം ഷാഫി പറമ്പിലിനായിരുന്നു. 31% പേർ ഷാഫി പറമ്പിൽ അടുത്ത കെ.പി.സി.സി അധ്യക്ഷനാകട്ടെ എന്ന് അഭിപ്രായപ്പെട്ടു. അതേസമയം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് പോളിൽ ഏറ്റവും കുറച്ചു പേരുടെ പിന്തുണ മാത്രമാണ് ലഭിച്ചിരുന്നത്. വെറും 5% പേർ മാത്രമാണ് സതീശനെ കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുന്നത്. ശശി തരൂരിന് സതീശനേക്കാൾ പിന്തുണയുമുണ്ട്. 13% പേരാണ് ശശി തരൂരിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. പാർട്ടി സംവിധാനം അടിത്തട്ടിൽ ദുർബലമാണ് എന്ന ആക്ഷേപം ഉയർന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് നേതൃമാറ്റ ചർച്ചകൾ സജീവമായത്. കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റണമെന്ന മുറവിളികൾ പല കോണിൽ നിന്നും ഉയരുന്നുണ്ട്. നേതൃമാറ്റം വേണമെന്ന ആവശ്യത്തിന് പാർട്ടിക്കുള്ളിൽ ഭൂരിപക്ഷ പിന്തുണയുണ്ട് എന്നാണ് റിപ്പോർട്ട്. നേതൃമാറ്റത്തിലെ ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ്. നേതാക്കൾ നിർദ്ദേശിച്ച പേരുകളിൽ ഇനിയും ഹൈക്കമാൻഡ് കൂടിയാലോചന തുടർന്നുകൊണ്ടേയിരിക്കും.